കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിന്റെ വിവാഹം നടക്കില്ലെന്നറിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിൽ വല്യച്ഛനും അമ്മായിയും ഭാസ്കരനെയും കുടുംബത്തെയും പരിഹസിക്കുകയാ. എടാ സുഭാഷേ, രണ്ടാം കെട്ടുകാരിയാണെങ്കിലും മതിയെന്ന് തോന്നാൻ അത്രയ്ക്ക് നിരാശയായോ നിനക്ക്? അതോ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് വരാൻ പോകുന്നില്ലെന്ന തോന്നലുകൊണ്ടാണോ എന്ന് ലളിത ചോദിക്കുന്നവർക്ക് ഭാസ്കരനും അയ്യോടി എന്തൊരലിവ്, എന്ന് നിനക്ക് നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് അച്ഛ എന്ന് താക്കീതോടെ വിളിക്കുന്നുണ്ട് സുഭാഷും. അന്ന് അത് നടന്നിരുന്നെങ്കിൽ ഇന്നിത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. എന്തിനാ ഇപ്പൊ അങ്ങനെ ഒരു സംസാരം? അവള് നല്ലൊരു കുടുംബത്തിൽ ജീവിക്കല്ലേ. നിങ്ങളുടെ മകന്റെ കാര്യം പറയുമ്പോ ഇനി അവളെ എടുത്തിടാൻ നിൽക്കരുത്. മകന് വേണ്ടി നല്ലൊരു കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ത്രാണിയുമില്ല, പക്ഷേ വർത്താനത്തിന് ഒരു കുറവുമില്ല. ഏതായാലും ഇത് നടന്നില്ലല്ലോ. ഇനി ആലോചിക്കുമ്പോ രണ്ടാം കെട്ടുകാരി മാത്രമാവണ്ട, ഒരു കുട്ടി കൂടി ഉള്ളതിനെ നോക്കിക്കോ. സോപ്പ് പൊടി വാങ്ങുമ്പോ ബ്രഷ് ഫ്രീ കിട്ടണ പോലെ വീട്ടിലൊരെണ്ണം ഇരിക്കട്ടെന്നേ എന്നവർ പരിഹസിക്കുന്നതുകൾക്ക് ഈ തള്ളേനെ ഇന്ന് ഞാൻ എന്ന് ഹരീഷും ദേഷ്യത്തോടെ പിറുവിറുക്കുന്നുണ്ട്. അച്ഛനും സുഭാഷിനോടായി എടാ കേട്ടില്ലേടാ, കേട്ടില്ലേ? ഇത് കേൾപ്പിക്കാനാണോ നീ കഷ്ടപ്പെട്ട് ആ പെണ്ണിനെ തന്നെ കണ്ടെത്തിയത്? ഇനി നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ ഒരു കഥ കൂടിയായെന്ന് ഭാസ്കരൻ ടെൻഷനോടെ പറയുന്നുണ്ട്. പറയുന്നവരെ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ചേരുന്നതേ ചേരുവെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നിങ്ങൾ പെണ്ണന്വേഷിച്ചാ നിങ്ങളെ പോലുള്ള കുടുംബത്തിൽ നല്ലേ കിട്ടൂ. അതിനിപ്പോ വിഷമിച്ചിട്ട് എന്താ കാര്യമെന്ന് ഗംഗാധരനും ചോദിക്കുക. അത് കേൾക്കെ അച്ഛനും സുഭാഷിനോടായി ഇതേ നീ പോയി കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നത് ഇതൊക്കെ കേൾക്കാനാ? ബകാസുരനും പൂതനയ്ക്കും ഇനി നാട്ടിൽ പറഞ്ഞു നടക്കാൻ ഒരു കഥയായി എന്ന് പറയുന്നത് കേൾക്കെ ഗംഗാധരനും ദേ മര്യാദയ്ക്ക് സംസാരിച്ചോണം. നിന്റെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേട്. ഓ, ആ വീടിനെ പറ്റി പറയുമ്പോഴേ നാവ് വയ്ക്കും. നിന്റെ മോൻ വന്ന് വിളിച്ചപ്പോഴേ വരാൻ തോന്നിയതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്നയാൾ പറയുന്നത് കേൾക്കെ പറ്റില്ലെന്ന് പറയാൻ പാടില്ലായിരുന്നോടാ. എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? 2 തരം പായസവും കൂട്ടി മൂക്കുമുട്ടയെ സദ്യ ഉണ്ണാലോന്ന് വിചാരിച്ചിട്ടല്ലേ? അത് നടക്കാതെ പോയിന്റെ ചൊരുക്കിലെ ദേ കേറി ഉപദേശിക്കാൻ വരല്ലേ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അത് കേട്ട് ഗംഗാധരനും ഇനി ഈ വണ്ടിയിൽ ഞാൻ ഇരിക്കില്ല, ഇറങ്ങടി എന്ന് ലളിതയോടെ പറഞ്ഞ് ഡ്രൈവറെ വണ്ടി ഒന്ന് സൈഡാക്കാന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ. അതാ നല്ലതെന്ന് ഭാസ്കരനും. വെല്ലിച്ച പ്രശ്നം ഉണ്ടാക്കല്ലെന്ന് സുഭാഷും പറയുന്നുണ്ട്. എടാ നീ ചുമ്മാ തിരിയടാ എന്ന് അച്ഛൻ സുഭാഷിനോടായി പറയുകയാ. ഇനി ഇതിൽ യാത്ര ചെയ്യാനോ? എന്റെ പട്ടി വരും അതിന് എന്നമ്മായി പറയുന്നത് കേൾക്കെ സുധീഷും ഡ്രൈവറോടായി വണ്ടി സൈഡാക്കി കൊടുക്കടാ, പോകുന്നവരൊക്കെ അങ്ങ് പോവട്ടെ, മറ്റുള്ളവർക്കെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാലോ എന്ന് പറയെ ഡ്രൈവറോട് വണ്ടി സൈഡാക്കാനായി പറയുന്നുണ്ട് ഭാസ്കരനും. ഡ്രൈവർ വണ്ടി സൈഡൊതുക്കി നിർത്തുമ്പോഴേക്കും ലളിത എഴുന്നേൽക്കുന്ന ഗംഗാധരൻ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച ലളിത സുനന്ദയോടും ഇറങ്ങാനായി പറയുക. അമ്മ എന്നവൾ സങ്കടത്തോടെ വിളിക്കെ എഴുന്നേൽക്കാനാ പറഞ്ഞത് എന്നമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സുനന്ദ ടെൻഷനോടെ എല്ലാവരെയും നോക്കുകയാ. പോകുന്നവരൊക്കെ അങ്ങ് പോയേ എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എടി വായി നോക്കിയിരിക്കാതെ ഇറങ്ങങ്ങോട്ട് എന്ന് പറഞ്ഞ് ലളിത എഴുന്നേൽക്കുമ്പോഴേക്കും ഗംഗാധരനും സുനന്ദയും ഇറങ്ങാൻ തുടങ്ങുകയാ. സുഭാഷ് എഴുന്നേറ്റ് ചെന്ന് വെല്ലിച്ച എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും സുധീഷ് പുറകെ ചെന്ന് അവര് പൊക്കോട്ടെ സുഭാഷേട്ടാ, നിങ്ങൾ അവിടെ ഇരിക്കെന്ന് പറയുകയാ. പുറത്തിറങ്ങിയ സുനന്ദ അമ്മയോടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിത് എന്തിന്റെ കേടായിരുന്നു? നീ മിണ്ടരുത്, നീ ഒറ്റൊരുത്തി അതിനൊക്കെ കാരണം. നടക്കടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ലളിതയും കൂട്ടരും അവിടുന്ന് പോവുകയാ. പിന്നീടുള്ള യാത്രയിൽ സുഭാഷ് അച്ഛനോടായി ചോദിക്കുന്നുണ്ട് നമ്മൾ വിളിച്ചിട്ടല്ലേ അവര് വന്നത്, എന്നിട്ട് അവരെ ഇങ്ങനെ ഇറക്കി വിടാൻ പാടുണ്ടോന്ന്. ഒന്നും മിണ്ടാതിരിയടാ, ആ 2 എണ്ണത്തിനെയും വിളിക്കാൻ പോയപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ അവരുടെ കാലെടുത്ത് അകത്ത് വെച്ച അപ്പൊ ശനിദശയാ. സുധീഷും പറയുന്നുണ്ട് എടാ ഹരീഷേ, നീ ആ ബ്രോക്കറെ വിളിച്ചേ, ബാക്കി അയാൾക്കുള്ളതാണെന്ന്. അയാളെ ഞാൻ 2 തവണ വിളിച്ചതാ, എടുത്തില്ലെന്ന് ഹരീഷും. ആ അയാൾ എടുക്കില്ല, മനഃപൂർവ്വം എടുക്കാത്തതാ എന്ന് സുധീഷ് പെരുവിറക്കെ വിടടാ, ഇനിയിപ്പോ അയാളെ ചീത്ത വിളിച്ചിട്ട് എന്തിനാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിപ്പാ സുഭാഷും. പിന്നീട് വീട്ടിലെത്തുമ്പോഴും വിവാഹം മുടങ്ങിയതിന്റെ ടെൻഷനോടെ എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പാ. വിഷമത്തോടെ അവിനാശും ഉമ്മറത്തിരിപ്പുണ്ട്. അടുക്കളയിൽ നിന്ന് വെള്ളമെടുത്ത് വരികയായിരുന്ന അച്ഛനും വേണ്ട വേണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞതാ, എന്നിട്ട് കേട്ടോ? അതെങ്ങനാ, ഞാനൊരു ഇരപ്പാളിയാണല്ലോ, ബോധമില്ലാത്ത തനി കുടിയൻ, എന്റെ വാക്കു കേട്ടാ വഴിതെറ്റി പോകുമല്ലോ. ഡിവോഴ്സ് നോട്ടീസ് കൈ കിട്ടുമ്പോ പെട്ടെന്ന് നിശ്ചയം നടത്താനുള്ള അവരുടെ ധൃതി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. പക്ഷേ എന്റെ മകൻ അത് കേട്ടില്ലല്ലോ. എടാ നീ എടുത്ത ഒറ്റ തീരുമാനമാ ഈ നാണക്കേടിനൊക്കെ കാരണം. അത് പോട്ടെ, ഓ നാണം കേട്ടോ, ആ ബകാസുരനെയും പൂതനെയും ക്ഷണിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, അതെങ്കിലും നിനക്ക് കേൾക്കായിരുന്നു. അവിടെ പോയി കാൽക്കൽ ദക്ഷിണയും വെച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പൊ ചെന്ന് നോക്ക്, ആങ്ങളെയും പെങ്ങളും കൂടി ഇത് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇനി വൈകിട്ട് രാജന്റെ ചായക്കടയിലും തുടങ്ങും ബകാസുരന്റെ കഥാപ്രസംഗം. കഥ ഭാസ്കറിന്റെ മകൻ സുഭാഷും. നാളെ മുതൽ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള കഥയായി എന്നച്ഛൻ ടെൻഷനോടെ പറയുമ്പോഴേക്കും മതി നിർത്ത്, നാട്ടുകാർ ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഓരോന്ന് പറയുന്നത്, ഒക്കെ നമ്മൾ കേട്ടിട്ടനല്ലേ ഇവിടെ വരെ എത്തിയേ, അതിന്റെ കൂടെ ഇതും കൂടി കേൾക്കണം, അത്രയല്ലേ ഉള്ളൂ, ഞങ്ങൾ അങ്ങ് സഹിച്ചു. നിങ്ങളുടെ കാര്യം നോക്കി പോയെന്ന് ഹരീഷ് പറയുന്നുണ്ട്. അതേട്ടാ, ഞാൻ ഒന്നിലും ഇടപെടാൻ വരുന്നില്ല, നാണം കെട്ട് നാറുന്നത് നിങ്ങളൊക്കെ തന്നെയാ, എനിക്കെന്ത് ചെയ്താം. എന്നാലും വല്ലവന്റെ മുന്നില് എന്റെ മക്കള് നാണം കെട്ട് നിൽക്കല്ലോ എന്നോർക്കുമ്പോ ഒരു വിഷമം, അതുകൊണ്ട് പറഞ്ഞതാ.
എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന മാനക്കേടൊക്കെ ആദ്യം തീരട്ടെ, ഇത് ഞങ്ങൾ തീർത്തോളാം. ഇനി അതിന്റെ പേരിലെ സുഭാഷ് ഏട്ടനെ മെക്കിട്ട് കയറാൻ വരണ്ട എന്ന് സുധീഷും പറയുകയാ. ഇല്ല, ചേട്ടനും അനിയന്മാരും കൂടി എല്ലാം കൂടെ അങ്ങ് സഹിച്ചോ എന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തോട്ട് ഇറങ്ങി പോവുകയാ. ഉമ്മറത്തിരിക്കുന്ന അവിനാശിന്റെ അടുത്തെത്തുമ്പോഴേക്കും നീ എന്തിനാടാ അവിനാശെ ഇവന്മാരുടെ കൂടെയൊക്കെ നടന്ന് നാശാവുന്നേ? എടാ പോടാ, പോയി വല്ല ബുദ്ധിയുള്ള ആളുകളുടെ കൂടെ ചേര്, അല്ലെങ്കിൽ നിന്റെ ഗതി അതോ ഗതിയാവുമെന്ന് പറഞ്ഞ് ഭാസ്കരനോട് ഇറങ്ങി പോവുകയാ. ആകെ സങ്കടത്തോടെ ഇരിപ്പാ സുഭാഷും. നികേഷ് സുഭാഷിനോടായി സുഭാഷേട്ടാ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, സുഭാഷേട്ടൻ എല്ലാ കാര്യത്തിലും സൂപ്പറാ, പക്ഷേ സ്വന്തം കല്യാണത്തിന്റെ കാര്യത്തില് സുഭാഷേട്ടനൊരു തീരുമാനമെടുക്കാൻ അറിയില്ലെന്ന് നികേഷ് കുറ്റപ്പെടുത്തുകയാ. സുധീഷും പറയുന്നുണ്ട്, എല്ലാം കേട്ടിട്ടിരിക്കുന്ന നോക്കിയേ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ സുഭാഷേട്ടാ? ആരോടും ഒന്നും പറയാതെ സ്വയം പോയൊരു പെണ്ണ് കണ്ട് അത് രഹസ്യമാക്കി വെച്ചിട്ട് അവസാനം നിശ്ചയം വരെ എത്തിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോ നിങ്ങൾ ഈ നോക്കിയും കണ്ടു ചെയ്തത്? ബ്രോക്കർമാര് പലതും പറയും. ഇപ്പൊ നോക്കിയേ, അയാൾ ഇവിടെ വന്ന് കാര്യം പറഞ്ഞോ? ഇല്ല, പറഞ്ഞ വാങ്ങിയ കാശ് തിരിച്ചു തരേണ്ടി വരുമെന്നുള്ള പേടി കൊണ്ടാ അത്. സുഭാഷേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഒരു പാവം ആവരുത് കേട്ടാ. ഇന്നലെ ഞാനും ഹരീഷും കൂടി ആ കുട്ടിയെ പറ്റി നാട്ടുകാരോട് അന്വേഷിച്ചായിരുന്നു. ഒരാള് പോലും ആ കുടുംബത്തെ പറ്റി നല്ലത് പറയുന്നില്ലെന്നേ. ഇത്രയും കോൺഫിഡന്റ് ആയി സുഭാഷ് ഏട്ടൻ നിൽക്കുമ്പോ ഞങ്ങളായിട്ട് ഓരോന്ന് പറഞ്ഞാ നിങ്ങളുടെ മനസ്സ് വേദനിക്കുമെന്നോർത്ത് മാത്രം പറയാതിരുന്നതാണ്. വിവാഹത്തിന് എന്തായാലും സമയമുണ്ടല്ലോ, അതിനുള്ളിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാമെന്ന് ഞങ്ങൾ അങ്ങ് കരുതി. സുഭാഷ് ഏട്ടാ, ഒരാളോട് പോലും അന്വേഷിക്കാതെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് സുധീഷും കുറ്റപ്പെടുത്തുകയാ. എല്ലാം കേട്ടുനിന്ന നിധിയും എല്ലാം നല്ലതാവുമെന്ന് വിചാരിച്ചിട്ടല്ലേ സുധീഷേ, അല്ലാതെ അറിഞ്ഞോണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് പറയേ. എന്റെ പൊന്നു നിധി ആദ്യമായിട്ടാണ് സ്വന്തം കല്യാണത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്, അതും ഇപ്പോ ഇങ്ങനെയായി എന്ന് സുധീഷ് കുറ്റപ്പെടുത്തുന്നത് ഉമ്മറത്തിരിക്കുന്ന അവിനാശം ടെൻഷനോടെ കേട്ടുകൊണ്ടിരിക്കുക. സുധീഷ് വീണ്ടും പറയുക, സുഭാഷ് ഏട്ടാ, അടുപ്പത്ത് ചോറും കറിയും ഉണ്ടാക്കുന്നത് പോലെ അല്ലിത്, അല്ലെങ്കിൽ മേസ്തിരി പണി പോലെയുമല്ല. കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപാട് ആലോചിച്ചും പ്ലാൻ ചെയ്തും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞവൻ തന്റെ കാര്യം ഓർത്തെടുത്ത് പെട്ടെന്ന് നിധിയെ നോക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന നിധിയെ കണ്ട് അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നവൻ ഒരു പരുങ്ങലോടെ പറയുകയാ. ഹരീഷും സമ്മതിക്കുക, സുധീഷേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. സുഭാഷേട്ടൻ എല്ലാരെയും പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും. ആ ബ്രോക്കർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് വിശ്വസിച്ച് തല പോയങ്ങ് വെക്കുകയും ചെയ്തു. ഒരു കണക്കിനെ ഇങ്ങനെ ആയത് നന്നായി. കല്യാണം കഴിഞ്ഞിട്ട് ഇവിടേക്കെങ്ങാനും വന്നിരുന്നെങ്കിലേ ചേട്ടന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് അവനും ചോദിക്കുക. സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട്. വെല്ലിച്ചനെയും അമ്മായിയെയും ഒന്നും ഇതിലേക്ക് വെറുതെ വലിച്ചെഴുക്കേണ്ടായിരുന്നു. അപ്പൊ അവരെ പോയി ക്ഷണിക്കാനായിരുന്നു ധൃതി. എല്ലാം കേട്ട നിധിയും മതി, ഇങ്ങനെ എല്ലാവരും കൂടി സുഭാഷേട്ടനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് എന്ന് ചോദിക്കേ. പേടിയായിട്ടാണ് നിധി. ഇങ്ങനെ ഒരു പാവായി പോയാ ഇങ്ങർക്ക് എങ്ങനെയാ ജീവിക്കാൻ പറ്റുക? അതോർക്കുമ്പോ തന്നെ ടെൻഷനും പേടിയും വന്നേ എന്നവൻ വിഷമത്തോടെ പറയുക. അതുവരെ ഒന്നും മിണ്ടാതിരിക്കായിരുന്ന സുഭാഷും സുധീഷെ, എന്റെ കല്യാണം കഴിഞ്ഞാലുടനെ ഹരീഷിന്റെ കല്യാണം നടക്കുമല്ലോ എന്നോർത്തു. അതുകൊണ്ടാ ഞാൻ ധൃതി പിടിച്ച് ഇങ്ങനെയൊരു കല്യാണത്തിന് തയ്യാറായതു തന്നെ എന്ന് സുഭാഷേട്ടൻ പറയുന്നതിൽക്കെ ഹരീഷും ദേഷ്യത്തോടെ, ഞാൻ ആവശ്യപ്പെട്ടോ ഉടനെ കല്യാണം കഴിക്കണമെന്ന്? അതുകൊണ്ട് ചേട്ടനെ ആരെങ്കിലും എത്രയും പെട്ടെന്ന് കെട്ടിയേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എന്നവൻ ചോദിക്കുകയാ. സുഭാഷും പറയുന്നുണ്ട്, അതല്ലട ഹരീഷെ, നിന്നെ വിശ്വസിച്ചാ നീതു അന്ന് ഇറങ്ങി വന്നത്. നീ അവളെ വിളിച്ചുകൊണ്ടുപോയി സംസാരിച്ച് തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുചെന്നാക്കി. പാവം, അവൾക്കത് ശരിക്കും വിഷമമായി. അതും പോരാതെ നീ അവളോട് എന്റെ കല്യാണം കഴിഞ്ഞാലേ അവളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാനാണല്ലോ നിന്റെ കല്യാണത്തിന് തടസ്സമെന്നോർത്തപ്പോ വല്ലാതെ വിഷമമായി. എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കല്യാണത്തിന് പ്രശ്നമില്ലല്ലോ. ബ്രോക്കറോട് പറഞ്ഞപ്പോ പെട്ടെന്ന് നടക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞു. അതാ ഞാൻ എന്ന് സുഭാഷേട്ടൻ പറയുന്നവൾക്ക് ഹരീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചെന്ന്, നീ ഇത് സുഭാഷേട്ടനോട് അങ്ങനെ പറഞ്ഞോ? പറ സുഭാഷേട്ടാ, ഞങ്ങളുടെ കല്യാണം നടക്കാൻ സുഭാഷേട്ടൻ വേഗം കല്യാണം കഴിക്കണമെന്ന് അവൾ പറഞ്ഞോ എന്നവൻ ചോദിക്കേ. എടാ, അതങ്ങനെയല്ല, നോക്ക്, അവള് നല്ല അർത്ഥത്തിലാ പറഞ്ഞത്. എടാ, എന്റെ കല്യാണം കഴിഞ്ഞാലേ നിങ്ങളുടെ കല്യാണം നടക്കുള്ളൂ എന്ന് തമാശയിൽ പറഞ്ഞതാ. ആ സമയത്ത് ബ്രോക്കർ വന്ന് ഈ കേസ് പറഞ്ഞതെന്ന് സുഭാഷും പറയുന്നു. അത് കേട്ട് സുധീഷും, ഓ പിന്നെ സുഭാഷേട്ടനാണല്ലോ ഈ വീട്ടിലെ മഹാത്യാഗി. അനിയന്റെ കല്യാണം നടക്കാൻ വേണ്ടിട്ട് സ്വന്തം ജീവിതം കോഞ്ഞാട്ടായാലും കുഴപ്പമില്ലെന്നങ്ങ് വിചാരിച്ചു അല്ലേ? സുഭാഷേട്ടാ, നിങ്ങളെന്താ ഇങ്ങനെ? ഹരീഷ് എന്താ കേട്ടുപ്രായം കഴിഞ്ഞ് നിക്കണോ? ദേ സുഭാഷേട്ടാ, ഇനി മേലാൽ സ്വന്തം കല്യാണക്കാര്യത്തിൽ ദയവ് ചെയ്ത് തീരുമാനമെടുക്കരുത് കേട്ടോ, പ്ലീസ്, ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞവൻ കൈകൂപ്പുകയാ. ഹരീഷും ആകെ ദേഷ്യത്തോടെ പിന്നാമ്പുറത്തേക്ക് ചെന്ന് നിൽപ്പാ. അത്രയും സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ടെൻഷനോടെ ഉമ്മറത്തിരിക്കായിരുന്ന അവിനാശം എഴുന്നേറ്റ് ഹാളിലേക്ക് ചെല്ലുകയാ. സുഭാഷേട്ടാ, വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം, ഒന്ന് റിലാക്സ് ആവുന്നത് നല്ലതാ, വാ എന്ന് പറഞ്ഞു വിളിക്കേ.
അത് നല്ലതാ സുഭാഷേട്ടാ. ഇവിടെ നിന്നാ ഇനിയും ഇതൊക്കെ തന്നെ പറഞ്ഞ് വെറുതെ വിഷമിക്കേയുള്ളൂ. സുഭാഷേട്ടൻ പോയിട്ട് വായെന്ന് നിധിയും പറയുന്നുണ്ട്. സുഭാഷേട്ടൻ വായെന്ന് പറഞ്ഞ് അവിനാശ് വീണ്ടും വിളിക്കുക. അത് സംബന്ധിച്ച് സുഭാഷ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് എഴുന്നേറ്റ് സുഭാഷേട്ടാ ഒറ്റയ്ക്ക് എവിടെയും പോയിരിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇല്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ അവിനാശ് സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് രാത്രിയാവുമ്പോ ഹരീഷ് നീതുവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പുറത്ത് വണ്ടി നിർത്തി അവൻ ഇറങ്ങി തന്റെ മൊബൈൽ എടുത്ത് നീതുവിനെ വിളിക്കുക. ഹരീഷിന്റെ കോൾ കണ്ടവൾ സന്തോഷത്തോടെ അറ്റൻഡ് ചെയ്ത് പറ ഹരീഷേ എന്ന് പറയേ. എടി, നിന്റെ വീടിന്റെ മുന്നിലാ ഞാൻ നിക്കണേ, ഇറങ്ങി വായെന്ന് ഹരീഷ് വിളിക്കുക. കുറച്ചു നേരത്തേലേ കണ്ടത്, അപ്പോഴേക്കും ആളങ്ങ് വീടിന്റെ മുന്നിലെത്തിയോ? കുറച്ചു നേരം പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് നീതു ചോദിക്കുക. എടി, നീ പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. വീട്ടിലെ അമ്മയും അഖിലേട്ടനും ഒക്കെയുണ്ട്, ഇപ്പൊ തന്നെ ഒരു വഴക്കു കഴിഞ്ഞതേ ഉള്ളൂ എന്ന് നീതുവും. ദയവ് ചെയ്തൊന്ന് പുറത്തു വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഹരീഷ് ചോദിക്കേ. നീക്ക് ദാ വരുന്നു എന്ന് പറഞ്ഞ നീതു പുറത്തേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. അവിടെ ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുക അഖിൽ, കൂടെ അമ്മയുമുണ്ട്. നീതു പോകുന്നത് കണ്ട് രാത്രി എവിടേക്കാടി എന്നമ്മ ചോദിക്കേ. ദാ ഇപ്പൊ വരുന്നു എന്ന് പറഞ്ഞ് നീതു പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അവളിതാ ഒരു കൂസലുമില്ലാതെ ഇറങ്ങി പോകുന്നു. നിങ്ങൾ അത് നോക്കിയിരിക്കുന്നു. നല്ല ബെസ്റ്റ് തള്ള എന്ന് അഖിൽ പറയുക. അതിനേക്കാളും ബെസ്റ്റ് ആങ്ങളല്ലേ നീ, നിനക്ക് നോക്കിക്കൂടെ എന്ന് അമ്മയും പറയുക. അത് കേട്ട് അഖിൽ ഉമ്മറത്തേക്ക് ചെല്ലുമ്പോഴേക്കും കാണുന്നത് പുറത്തു നിൽക്കുന്ന ഹരീഷിനെയാണ്. അങ്ങോട്ട് വന്ന അമ്മയോടായി ആ തെണ്ടി വന്നിട്ടുണ്ട്, അവനെ കാണാനാ നിങ്ങളുടെ മോള് പോകുന്നത് എന്നവൻ ദേഷ്യം കടിച്ചമർത്തി പറയുമ്പോഴേക്കും നീതു ഹരീഷിന്റെ അരിയിലേക്ക് എത്തുകയാണ്. അഖിൽ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും നാശം എന്റെ തലയിലെഴുത്ത് എന്ന് പറഞ്ഞ അമ്മയും അകത്തേക്ക് കയറി പോവുകയാ. അമ്മ വരുന്നത് കണ്ട് അമ്മ എന്താ തിരിച്ചു പോന്നേ എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. എന്താ ഞാനും കൂടി അവളുടെ കൂടെ പോണോ? ഇട വേണോന്ന് നാണം കെടുത്തി നശിപ്പിച്ചിട്ട് അവൾ അടങ്ങും, അത് സഹിക്കാനാ നമ്മുടെ വിധി എന്ന് അമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എന്താ ഹരീഷേ, എന്ത് വരം പറഞ്ഞിട്ടും മിണ്ടാതെ നിൽക്കുന്നേ എന്ന് നീതു ഹരീഷിനോടായി ചോദിക്കേ. സുഭാഷ് ചേട്ടനോട് നീ എന്താ പറഞ്ഞേ എന്ന് ഹരീഷ് ചോദിക്കേ. ഞാൻ എന്ത് പറഞ്ഞു എന്ന് നീതുവും. എടി, എന്റെ ചേട്ടനോട് നീ എന്താ പറഞ്ഞെന്ന് അവൻ ദേഷ്യത്തോടെ ചോദിക്കേ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ എന്ന് നീതുവും ചോദിക്കുക. എടി, ചോദിച്ചതിന് ഉത്തരം പറയടി, സുഭാഷ് ചേട്ടന് നീ എപ്പോഴാ കണ്ട് സംസാരിച്ചത് എന്നവൻ ചോദിക്കേ. ഇന്നും കണ്ടതാണല്ലോ എന്ന് നീതുവും. ഇന്നല്ല, മുമ്പ് നീ എപ്പോഴാ കണ്ട് സംസാരിച്ചെന്ന് അവൻ ചോദിക്കുക. അത് ഓർമ്മ വന്ന അവളും പരുങ്ങലോടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയേ. എടി, നീ സുഭാഷ് ചേട്ടനെ കണ്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം, എന്നാലേ നമ്മുടെ കല്യാണം നടക്കുള്ളൂ എന്ന് പറഞ്ഞോ ഇല്ലയോ? എടി, പറഞ്ഞോ ഇല്ലയോ? എടി, ഉത്തരം പറയടി എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അത് നീ തന്നെയല്ലേ പറഞ്ഞത്, സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിയണം, എന്നിട്ട് നമ്മുടെ കല്യാണം നടക്കുള്ളൂ എന്ന്. അതെന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴാ അന്ന് വഴിയിൽ വെച്ച് സുഭാഷ് ചേട്ടനെ കണ്ടത്. വേഗം ഒരു കല്യാണം കഴിക്കണം, അതാ സുഭാഷ് ചേട്ടനും ഞങ്ങൾക്കും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അതിലെന്താ തെറ്റ് എന്ന് നീതുവും ചോദിക്കുക. അത് കേട്ട് ഹരീഷും ദേഷ്യത്തോടെ വിരച്ചുകൊണ്ട്, ഇതേ നോക്ക്, നിനക്ക് കല്യാണം കഴിക്കാൻ അത്ര ധൃതിയാണെങ്കിൽ വേറെ ആരെങ്കിലും നോക്കണം, അതിനുവേണ്ടി എന്റെ ചേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കരുത് എന്ന് താക്കീതോടെ പറയേ. ഞാൻ നിന്റെ ചേട്ടന്റെ ജീവിതം നശിപ്പിച്ചെന്നോ? മനസ്സിലായില്ല, കല്യാണം വേഗം കഴിക്കാൻ പറഞ്ഞതാണോ തെറ്റ് എന്ന് നീതുവും ചോദിക്കുക. എടി, നീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞോണ്ടാ ചേട്ടൻ അങ്ങനെ ഒരു ബന്ധത്തിന് തയ്യാറായത്. ഇന്ന് അവിടെ നടന്നത് എന്താന്ന് നിനക്കറിയാലോ. പാവം ആള് കാരണം അന്യന്മാരുടെ ജീവിതം തൊലയാണ്ടിരിക്കണമെന്ന് പറഞ്ഞ് ഏത് ബന്ധത്തിനും തയ്യാറാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാ. ആ ബ്രോക്കർ ആണെങ്കിൽ ചേട്ടനെ കൊണ്ട് കൊടുക്കാനും എന്നൊക്കെ ഹരീഷ് പറയുന്നത് കേൾക്കെ അവരുടെ ബഹളമെല്ലാം കേട്ട് അഖിലും അമ്മയും ഉമ്മറത്തേക്ക് ചെന്ന് നോക്കി നിൽപ്പാ. ഹരീഷ് വീണ്ടും അവളുടെ നേരെ വിലചൂണ്ടി പറയുന്നുണ്ട്. എടി, നീ ഒരൊറ്റ ഒരുത്തി കാരണമാ സുഭാഷ് ചേട്ടൻ ഈ ബന്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. എന്റെ ചേട്ടനോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരാടി? എടി, പറയാൻ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ വെച്ചവെക്കേ. നീ ഇത് ഒന്നും മിണ്ടാതെ തലയും കുനിച്ച് നിൽപ്പാ. എടി, ഇങ്ങോട്ട് നോക്കടി, എന്താ നിനക്ക് അധികാരം എന്നവൻ ചോദിക്കുന്നവൾക്ക് അഖിലും അമ്മയോടായി പറയുന്നുണ്ട്. ഇവിടെ എന്തേലും പറഞ്ഞാ പല്ലും നഖവും നീട്ടി ചാടുന്നോളാ. അവൻ ചീത്ത പറഞ്ഞ് കണ്ണുപൊട്ടിക്കുമ്പോ മിണ്ടുന്നുണ്ടോന്ന് നോക്കവള്. അത് കേട്ട് അമ്മയും നല്ലോണം കേൾക്കട്ടെ, എന്നാലേ അവൾക്ക് ബുദ്ധി വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയും പുറകെ അഖിലും അകത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ചീത്ത പറയല്ലേ ഹരീഷേ എന്ന് നീതുവും ടെൻഷനോടെ പറയുന്നു. എടി, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് നിന്റെ ഭാഗ്യം, അത്ര ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുകയാണ് ഞാൻ. എടി, അന്ന് ഞാൻ നീ സെൽഫിഷാണെന്ന് പറഞ്ഞപ്പോ നീ ഒരുപാട് അങ്ങ് ബഹളം ഉണ്ടാക്കിയില്ലേ? ഈ 100% പറയണോ? ശരിക്കും നീ ഒരു സെൽഫിഷാ, നിനക്ക് നിന്നെ പറ്റി മാത്രമേ വിചാരമുള്ളൂ എന്ന് ഹരീഷും പറയുക. ഹരീഷേ, നീ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത് കൊണ്ടാ എന്ന് നീതു വിഷമത്തോടെ പറയേ. എന്തവസ്ഥയടി? നിന്നെ വീട്ടില് ചീത്ത പറയണോ അടിക്കണോ അതല്ലേ? അത് പേടിയാണെങ്കിലേ നീ എന്തിനാ പിന്നെ എന്നെ കാണാൻ വരുന്നേ? ഇനി മുതൽ അത് നിർത്തിക്കോ. നീ അന്ന് എന്റെ വീട്ടിലേക്ക് വന്ന നിന്നെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി എല്ലാം പറഞ്ഞതല്ലേ ഞാൻ? അതെനിക്ക് വീട്ടിൽ വെച്ച് പറയായിരുന്നു, എന്താ പറയാത്തെ? അങ്ങനൊരു കാര്യം ഞാൻ അവിടെ വെച്ച് പറഞ്ഞ അത് സുഭാഷ് ചേട്ടൻ കേൾക്കും, ചേട്ടനെ ഫീൽ ആവുമെന്ന് കരുതിയിട്ടാ. ചേട്ടന് വേണ്ടി ഞങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. എടി, അത് ഒറ്റയടിക്ക് തകർത്തപ്പോ നിനക്ക് സമാധാനമായല്ലോ.
ദേ ഇനി മേലാൽ എന്റെ വീട്ടിൽ ആര് എപ്പോ കല്യാണം കഴിക്കണമെന്ന് നീ തീരുമാനിക്കണ്ട. എനിക്ക് എപ്പോ കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോ അപ്പോഴേ എനിക്ക് നിന്നെ കെട്ടാൻ പറ്റുള്ളൂ. അന്ന് ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതിന്റെ അപ്പുറം തൽക്കാലം നീ ഒന്നും പ്രതീക്ഷിക്കരുത്. അതും സമ്മതിക്കാതെ വീട്ടിലിരുന്നിട്ട് എന്നെ ടോർച്ചർ ചെയ്യാനാണ് പരിപാടിയെങ്കിൽ അത് നീ നിർത്തിക്കോണം. നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി സുഭാഷേട്ടന്റെ വിവാഹം കഴിയണവരെ നമ്മുടെ വിവാഹം നടക്കാൻ പോണില്ല. നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടി ഏതോ ഒരു വീട്ടിൽ നിന്ന് ഏതോ ഒരു പെണ്ണിനെ സുഭാഷേട്ടന്റെ തലയിൽ കെട്ടിവെക്കാന്ന് നീ ആലോചിക്കണ്ട. കാത്തിരിക്കാൻ പറ്റെങ്കിലാവാം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാ ചെയ്യ എന്ന് പറഞ്ഞവളെ തട്ടിമാറ്റി മാറി നിക്കടിന്ന് പറഞ്ഞ് തന്റെ ബൈക്കിൽ കയറി ഓടിച്ചു പോവുകയാ ഹരീഷ്. നീതു അകത്തേക്ക് കയറി വരുമ്പോഴേക്കും അമ്മയും നിക്കടി എവിടെ? എന്താടി നടു റോട്ടിൽ വെച്ച് അവൻ ഇങ്ങനെ ചീത്ത വിളിച്ചപ്പോ നിനക്കൊന്നും പറയാനുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കെ അഖിലും പരിഹാസത്തോടെ പറയുന്നുണ്ട്. അവൻ പറയുന്നത് കേട്ട് ഇവിടെ വേണമെങ്കിൽ ഇരുന്നോളാൻ, അല്ലെങ്കിൽ പൊക്കോളാൻ, അതാ അവൻ പറഞ്ഞിട്ട് പോയത്. തിരിച്ചു പറയാൻ നിന്റെ നാവ് ഇറങ്ങി പോയിരിക്കായിരുന്നോടി എന്നമ്മ അവളോടായി ചോദിക്കേ. അതൊക്കെ നമ്മുടെ നേരെയല്ലേ ഉള്ളൂ എന്നകിലും പറയുന്നുണ്ട്. ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ഒരുത്തിന് വേണ്ടിയിട്ടാണോ നീ ഞങ്ങളോടൊക്കെ വഴക്കിട്ടത്? ഇവനാണോ നിന്നെ നോക്കാൻ പോകുന്നത്? ദിവസവും അടിയും കുത്തും വാങ്ങി നശിച്ച് ജീവിക്കും അവൻ, നോക്കിക്കോ. നിനക്കിത് വേണമെടി. കൊള്ളാവുന്നൊരു ബന്ധം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോ നീ എന്താ ചെയ്തത്? അതിനുള്ള ശിക്ഷയായത്. നീ അനുഭവിക്കുമെടി, അനുഭവിക്കും. നിന്റെ കണ്ണീന്ന് ചുടുചൊറിയ വീഴാൻ പോകുന്നത് നോക്കിക്കോ എന്നമ്മ കുറ്റപ്പെടുത്തേ. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നീതുവും റൂമിലേക്ക് കയറി പോവുകയാണ്. സങ്കടത്തോടെ ബെഡിൽ കയറിയിരുന്ന് പൊട്ടിക്കരയുന്ന നീതുവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവിനാശിന്റെ കൂടെ പുറത്തേക്ക് പോയ സുഭാഷേട്ടൻ സന്തോഷത്തോടെ തിരിച്ചെത്തുന്നതും അവന്റെ ആ മാറ്റം കണ്ട് എല്ലാവരും അമ്പരപ്പോടെ ഇരിക്കുന്നതുമെല്ലാമാണ് അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.